മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഒരു ഹദീസ് കൂടി ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അവസാനിപ്പിക്കാം. മാത്രമല്ല സാധാരണ നാം വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ അൽ കഹ്ഫ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് ഖൈറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ നമലാ. ദുനിയാവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ് വൽ ബാഖിയാതു സ്വാലിഹാതു, നിരന്തരമായി നിലനിൽക്കുന്ന ബാഖിയാത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന, സ്വാലിഹാത്ത് നല്ല കർമ്മം, നിരന്തരമായി നിലനിൽക്കുന്ന നല്ല ഒരു കർമ്മത്തെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു അതിന്റെ മഹത്വം പറയുന്നു. വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ അടുക്കലും അത് ഖൈറാണ്. വ ഖൈറുൻ അമലാ, ഏതൊരാളും ആഗ്രഹിക്കേണ്ടുന്ന ഖൈറും അത് തന്നെയാണ്. അല്ലാഹുവാണ് പറയുന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ടുന്ന ഒരു ഖൈറും റബ്ബിന്റെ അടുക്കലുമുള്ള ഖൈറ്, രണ്ട് ഖൈറിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഏതാണ് ആ ഖൈർ? അത് ബാഖിയാതു സ്വാലിഹാത്താണ്. ബാഖിയാതു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിരന്തരമായി നിലനിൽക്കുന്ന നല്ല കർമ്മങ്ങൾ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആയത്ത് വിശദീകരിച്ച കൂട്ടത്തിൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം. ബാഖിയാതു സ്വാലിഹാത്ത് റബ്ബിന്റെ അടുക്കൽ ഖൈറായി എക്കാലവും അവശേഷിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ നിരന്തരമായി ആഗ്രഹിക്കേണ്ടുന്ന ഖൈർ എന്ന് പറഞ്ഞ ബാഖിയാതു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് അത് ഈ 5 ദിക്റുകളുടെ സമാഹാരമാണ്. അഥവാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്ന ദിക്റാണ് എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ ഖുർആൻ മുഫസ്സിർ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്തതായി തഫ്സീർ തിബരിയിൽ കാണാൻ കഴിയും. മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങൾ എന്തെങ്കിലും ഒരുപാട് അതിനെ സംബന്ധിച്ച് ചരിത്രപരമായി പറയാനുണ്ട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സ്ഥലത്ത് അവിടെ നിന്ന് പറഞ്ഞു, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഒരു കവാടം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. അലാ അദുല്ലുക, ഞാൻ നിനക്ക് അറിയിച്ചു തരാം. അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഒരു കവാടം ഞാൻ നിനക്ക് അറിയിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതെ എന്ന് പറയുകയും ആ സഹാബിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ